സൈലൻസ്. എന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിലിട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയി. ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. കുറച്ചൊക്കെ ഫാന്റസി വേണം, എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. അയ്യോ പോച്ചേ. നല്ലൊട്ടിന്റെ പണി കിട്ടിയിട്ടുള്ളത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മൂഞ്ചി തെറ്റിയിട്ടുള്ളത്. എന്റെ ക്രിപ്റ്റോ സ്കാമായി. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചിട്ട് മാത്രമേ ചെയ്യുക. ഓക്കെ, ഇല്ലാത്തവന് ഇവിടെ ഇങ്ങനെ മൂഞ്ചും. ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചിതാ. എല്ലാത്തിന്റെയും ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നടാ. എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഇനി അടുത്ത് ഇത് കഴിഞ്ഞാൽ അടുത്തോം പേരായിരിക്കും. ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. എനക്ക് പോയതിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പൊ തന്റെ അവസ്ഥ. ചുമ്മാ ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? 200 രൂപയുടെ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതി. കിട്ടൂടാ, ചേട്ടായി സെറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാനെ പറ്റിക്കണ സത്യം പറ. കുറച്ചേരം കൂടെ ഒന്ന് കിടന്നുറങ്ങണ, ഇനിയും ഉറങ്ങണ. രാവിലെ മുതല് മറ്റേ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. എന്റെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്തോ എങ്ങനെ കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും. അത്രയും ഓക്കെ, എന്നാലും എന്റെ ഒരു എഫേർട്ട് ഇല്ലാടാ അതില്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എനിക്ക് അഡ്വൈസ് വേണം. കാലുകൾ ഇങ്ങനെ കത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സത്യമാണ് സാർ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ, മണ്ടത്തരായി പോയടാ. നീ സമാധാനമായി ചിന്തിച്ച നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വീണ് പോകാൻ കാത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് കേൾക്കുമ്പോ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകയാന്ന് ഇതെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ ഇവിടെ ഉള്ളവന്മാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാൻ ഒരു പണിയെടുക്കാതെ ഫ്രോഡും കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. കൂട്ടുകാർക്ക് ജോലിയായി, കല്യാണമായി, ഇവൻ മാത്രം ഇങ്ങനെ. ഇതും കൊണ്ട് ആടെ സൈഡായിട്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. എനിക്ക് പോയ പൈസ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. ഇതുവരെയായിട്ട് വല്ല നടന്നു എന്റെ പരിപാടി. കുറെ കാശ് പോയതല്ലാതെ തെറ്റിയതിന്റെ തിയറി അല്ല, തെറ്റിയത് കാൽക്കുലേഷനാണ്. കുറെ ബ്രാൻഡ് ഡീൽസ് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം അങ്ങ് ഒന്നിച്ച് ഞാൻ എടുക്കും. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസം കാശ് വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഞാൻ ഡിപ്രഷൻ പറയാൻ വന്നതല്ല, സെന്റിമെന്റ്സ് പിടിക്കാനോ സെന്റിമെന്റ്സ് കുമ്പാൻ വന്നതല്ല ഇവിടെ. പിന്നെ സെന്റിമെന്റ്സ് പിടിക്കാനോ സെന്റിമെന്റ്സ് കുമ്പാൻ വന്നതല്ല ഇവിടെ. ന്റെ പണി കിട്ടിയിട്ടുള്ളത്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിച്ചു. എനിക്കത് ഓർമ്മയില്ല. നിനക്ക് തലയ്ക്കല്ല സൂട്ടോ. ഓന്റെ അലാക്കിന്റെ ചൈനീസ് കോയിന് ആഫ്രിക്കൻ കോയിൻ അത്രക്ക് ദേഷ്യം വന്നു. ഇത് വലിയ അത്യാഗ്രഹം മുത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചേന്ന്. മരമണ്ടത്തരം ഞാൻ കാണിച്ചേന്ന്. എന്നടാ മുട്ടാൾ. നിങ്ങളോടെ എല്ലാരോടും ഞാൻ പറയുന്നത്, അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. മൊത്തം പഠിക്കുക, നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങിക്കോട്ടാ മോനെ. എനിക്ക് അനുഭവം ഉള്ളതാ. വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെ ഉണ്ട്? 17 വ്യൂ. 7 കമന്റ്സ്. വായിക്കേ. എണീറ്റ് പോടാ തിണ്ടി.